ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മത്സരാവേശം കത്തിക്കയറി നിൽക്കുമ്പോൾ 7 പേരാണ് ഈ വീക്ക് നോമിനേറ്റ് ആയിരിക്കുന്നത്. 9 വോട്ടോടുകൂടി ശ്രീരേഖ 1-ാം സ്ഥാനത്ത് തന്നെ എത്തിയിട്ടുണ്ട്. സിജോ, അഭിഷേക് ശ്രീകുമാർ, സായി, റസ്മിൻ, നോറ, അൻസിബ, ശരണ്യ, ജിൻഡോ, അർജുൻ തുടങ്ങിയവരാണ് ശ്രീരേഖയെ വോട്ട് ചെയ്തിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശ്രീരേഖയ്ക്ക് വേണ്ടി തന്നെയാണ്. 2-ാം സ്ഥാനത്ത് 7 വോട്ടോടുകൂടി ശ്രീതു ആണ് നിൽക്കുന്നത്. ജാസ്മിൻ, സായി, നന്ദന, അൻസിബ, അപ്സര, നോറ, അഭിഷേക് ഇത്രയും പേരാണ് ശ്രീതുവിന് വോട്ട് ചെയ്തിരിക്കുന്നത്. 3-ാം സ്ഥാനത്ത് നന്ദന 5 വോട്ടോടുകൂടി നിൽക്കുന്നുണ്ട്. ശരണ്യ, ശ്രീതു, ജിൻഡോ, അർജുൻ, ഋഷി തുടങ്ങിയവരാണ് നന്ദനയ്ക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. അടുത്തത് 3 വോട്ടുകളോടുകൂടി ജിൻഡോയും 3 വോട്ടോടെ നമ്മുടെ സിജോയും എത്തിയിട്ടുണ്ട്. ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ജാസ്മിൻ, ശ്രീരേഖ, നോറ തുടങ്ങിയവരാണ്. സിജോയ്ക്കാണെങ്കിൽ അപ്സര, റസ്മിൻ, ഋഷി തുടങ്ങിയവരാണ് സിജോയ്ക്ക് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്നത്. 2 വോട്ടോടുകൂടി അപ്സരയും എത്തി നിൽക്കുന്നുണ്ട്. സിജോ, ശ്രീതു ഇവര് 2 പേരുമാണ് അപ്സരയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടലി 7 പേരാണ് നോമിനേഷനിൽ വരുന്നത്. പവർ ടീമിന്റെ ഡയറക്റ്റ് നോമിനേഷൻ പറഞ്ഞിരിക്കുന്നത് ശരണ്യക്ക് വേണ്ടിയാണ്. കാരണം ശരണ്യയുടെ ഒരു കാര്യം ഇവർ നോമിനേഷനിലുള്ള പ്രധാന കാരണം എടുത്തിടാനുള്ള കാരണം മറ്റൊന്നുമല്ല, ശരണ്യക്ക് നല്ല രീതിയിലുള്ള കാലിബറുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ശരണ്യ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. അപ്പൊ ഈ ഒരു നോമിനേഷനിൽ വരുന്നതിലൂടെ ശരണ്യ തന്റെ കഴിവുകൾ ഒരുപക്ഷെ പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു താല്പര്യപ്രകാരമാണ് പവർ ടീം ഡയറക്റ്റ്ലി ശരണ്യയെ നോമിനേഷനിൽ ഇട്ടിരിക്കുന്നത്. അങ്ങനെ പവർ ടീമിന്റെ ഡയറക്റ്റ് നോമിനേഷൻ ഉൾപ്പെടെ 7 പേരാണ് ഈ വീക്ക് നമ്മുടെ നോമിനേഷനിൽ ഉള്ളത്. ശരണ്യ, ശ്രീരേഖ, അപ്സര, ശ്രീതു, ജിൻഡോ, സിജോ, നന്ദന ഇത്രയും പേരാണ് ഈ വീക്ക് നോമിനേഷനിൽ വരുന്നത്. സോ മത്സരം കൊഴുകൊഴുത്തു നിൽക്കുന്ന സമയത്ത് ആരൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ വാഴുക, ആരൊക്കെയാണ് വീഴുക എന്നതെല്ലാം നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. സോ പ്രേക്ഷകർക്ക് എന്താണ് ഈ ഒരു നോമിനേഷനെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായി വീണ്ടും നമ്മൾ കൂടിച്ചേരും.